ഇടപ്പള്ളി ജ്വല്ലറി മോഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇന്ന് രാവിലെ പുറത്തുവന്നത്. ഇടപ്പള്ളി ടോളിന് സമീപത്തെ ഈ ഒരു ബിവറേജിന് സമീപത്തെ ഈ സെറ ഗോൾഡ് ഡയമണ്ട്സ് എന്ന ജ്വല്ലറി വെച്ചാണ് മോഷണം നടന്നത്. ആ ജ്വല്ലറിയിൽ അകത്തുള്ള ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ മോഷ്ടാവ് ഉള്ളിലേക്ക് കയറുന്നു. അതിനുശേഷം ഈ ജ്വല്ലറിക്കകത്തെ ജീവനക്കാരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുന്നു. അതിനുശേഷം ഈ മാല മോഷ്ടിച്ച് ഓടുന്ന ദൃശ്യമാണ് എന്തായാലും പുറത്തു വന്നത്. പ്രതിയെ പിന്നീട് പോലീസ് ഇടപ്പള്ളിയിൽ വെച്ച് പിടികൂടി. ഈ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് ഈ മോഷണം നടന്നത്. പെട്ടെന്ന് ഡോറ് തുറന്ന് കയറി വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും പെപ്പർ സ്പ്രേ അടിച്ച് ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന ആഭരണം എടുത്തുകൊണ്ട് ഡോറ് തുറന്ന് ഓടിപ്പോയി. അപ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരാൾ ആക്റ്റീവ സ്കൂട്ടറിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പുറകിൽ കയറി റോഡിലേക്ക് ഇറങ്ങിയത് ആക്സിഡൻ്റ് ആയി. മെയിൻ റോഡിലല്ല, കുറച്ച് ഉള്ളോട്ടാണ്. അതുകൊണ്ട് ഇവിടെ കുറേ നേരം അവർ നിരീക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ ഈ മോഷ്ടാക്കൾ? ഒരു 12:30 തൊട്ട് ഇവരെ ഞങ്ങളുടെ CCTV ഫുട്ടേജിൽ കാണാൻ പറ്റും. ഒരു 12:30 തൊട്ട് ഇവർ രണ്ടുപേരും ഇവിടെ മാറി മാറി നിൽക്കുക. ഇടയ്ക്ക് ഞാൻ വാഷ്റൂമിൽ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. ആ സമയത്ത് വന്ന് തള്ളി നോക്കുന്നുണ്ട് ഈ കള്ളൻ. പിന്നീടാണ് നമ്മളത് ഫുട്ടേജിൽ കണ്ടത്. അപ്പോൾ ഒരു 12:30 തൊട്ട് ആളിവിടെ ഉണ്ട്. ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ആൾ അകത്തേക്ക് കയറിയത്. നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ഡെമ്മി ആയിട്ട് വെച്ചേക്കണായിരുന്നു. അതാണ് കുറച്ച് സൈസ് കണ്ടത്. അതാണ് അവർ ഇതൊക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ അതാണ് അവർ മെയിനായിട്ട് നോക്കി. എനിക്കൊന്ന് നേരത്തെ വാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് പ്ലാനിഡാണ്. നിങ്ങൾ പുറത്തേക്ക് പോകുന്നു, ഇവിടെ ആദ്യം വന്ന് നോക്കുന്നു അല്ലേ? ഇത് ഏതാണ്ട് എത്ര രൂപയുടെ ഒരു വിലയുള്ള മാലയാണ്? 15,000 രൂപ ഏകദേശം. 2 മാലയുണ്ടായിരുന്നു. പോലീസുകാർ ഒന്നേ കിട്ടിയുള്ളൂ എന്ന് പറയണം. അപ്പം അങ്ങനെ എത്ര വർഷം ഇവിടെ ജ്വല്ലറി? 2 ഇയർ ആവുന്നു. സംഭവം ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ അതെ. നമ്മൾ അല്ലാണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. നമുക്കത് ഭയങ്കര പുള്ളിക്കാരി ആകെ പാനിക്കായി. കാരണം ആളൊരു 2 ആഴ്ചയായിട്ട് എൻ്റെ കൂടെ ഇന്നുമ്പോൾ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലുണ്ട്. തിങ്കളാഴ്ചയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത്. നേരെ ഒരു മോഷ്ടാവ് അകത്തേക്ക് വരുന്നു, പെപ്പർ സ്പ്രേ അടിച്ച് അതിനുശേഷം ഇവിടെ വെച്ച മാല മോഷ്ടിച്ച് കടന്നു കളയുന്നു. എന്തായാലും പ്രതിക്ക് അധിക നേരം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ഇവിടെ ഉണ്ടായ ആളുകളൊക്കെ തന്നെ അത് മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നാലെ പിന്തുടർന്ന് ഓടുകയായിരുന്നു. ഇടപ്പള്ളിയിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നതും പ്രതികളെ നാട്ടുകാർ പിടികൂടുന്നതും. ഈ പ്രതികളെ നാട്ടുകാർ പിടികൂടിയ സമയത്ത് നാട്ടുകാർക്ക് നേരെയും ഇത്തരത്തിൽ പെപ്പർ സ്പ്രേ അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ നാട്ടുകാരും പോലീസും ചേർന്ന് ആ പ്രതികളെ പിടികൂടി. എന്തായാലും പ്രതികൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. കൊച്ചിയിൽ നിന്ന് ഹരികൃഷ്ണനോടൊപ്പം നിതിൻ അംബുജൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.